ശശി തരൂർ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ കടുത്ത അതൃപ്തി അതായിരുന്നു നാം ചർച്ച ചെയ്തു വന്നത്. നിർഭൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ്. നിർഭൻ, ഇന്നലെ നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ വിവിധ വിഷയങ്ങളിൽ ആഭ്യന്തര സംഘർഷം കോൺഗ്രസിൽ രൂക്ഷമായിരുന്നു. അത് നാം കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് എന്നത് തരൂരുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. കെ മുരളീധരനൊക്കെ പരസ്യമായി പരിഹസിക്കുന്നതിലേക്ക് കൂടി കാര്യങ്ങളെത്തി. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലല്ലെങ്കിൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പ്രവർത്തക സമിതി അംഗത്തെ BJPയോടാണ് കുറേ നാളായി അദ്ദേഹത്തിന് കൂറെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിലും പ്രതിഫലിച്ചത്, അല്ലേ നിർഭൻ? അജിംഷാദ്, വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ട്. തരൂരിനെതിരെയുള്ള വികാരവും കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നവരിൽ കെ സുധാകരനാണ് മുമ്പ് നേരത്തെ അനുകൂലമായ നിലപാട് തരൂരിനോട് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. സണ്ണി ജോസഫും ഒപ്പം തന്നെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും VD സതീശൻ്റെയും നേതൃത്വത്തിലുള്ള ടീമാണ്. ഇവരൊക്കെ തന്നെ മുൻപ് തരൂരിനോട് ഉണ്ടായിരുന്ന സോഫ്റ്റ് കോർണർ ഇപ്പോൾ പാലിക്കുന്നവരല്ല. രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ തരൂരുമായിട്ടുള്ള പല കാര്യങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ നേതാവാണ്. ഒപ്പം തന്നെ VD സതീശൻ ഊതിവീർപ്പിച്ച ബലൂണാണ് തരൂർ എന്ന കാര്യം നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചതൊക്കെ വിവാദമായി. ഇപ്പോൾ ദേശീയ നേതൃത്വം തരൂരുമായി ഇടഞ്ഞു നിൽക്കുന്നു. തരൂർ BJP പാളയത്തിലേക്ക് പോകുന്നു എന്ന പൊതുനിഗമനത്തിലേക്ക് AICC നേതൃത്വം എത്തിക്കഴിഞ്ഞു. പലതരത്തിലുള്ള ചർച്ചകൾ, ആശയവിനിമയം തരൂർ നടത്തിക്കഴിഞ്ഞു. അങ്ങനെ പദവി ലക്ഷ്യമാക്കി തരൂർ നീങ്ങുന്നതാണ്. കോൺഗ്രസിനെ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴാണ് തരൂർ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ദേശീയ നേതൃത്വം. പക്ഷേ കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന തെരഞ്ഞെടുപ്പ് പര്യടനത്തിനോ പ്രചരണത്തിനോ തരൂരിനെ ക്ഷണിച്ചിരുന്നില്ല. ഏക വർക്കിംഗ് കമ്മിറ്റി അംഗമായ കേരളത്തിലെ ഒരേ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ എന്ന നിലയിൽ തരൂരിവിടെ പങ്കെടുക്കാത്തത്. ബാക്കിയുള്ള AICC ജനറൽ സെക്രട്ടറിമാരും ക്ഷണിതാക്കളടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനുണ്ടായിരുന്നു. ബാക്കിയുള്ള MPമാർക്കെല്ലാം തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തല കുടുംബയോഗങ്ങളുടെയും മറ്റ് ചുമതലകളും നൽകിയിരുന്നു. തരൂരിനെ മാത്രമാണ് ക്ഷണിക്കാതിരുന്നത്. തരൂർ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വോട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിലാണ് തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന കാര്യം തരൂർ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ AICC നേതൃത്വമായി ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന തരൂരിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട് വേണം എന്നതാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കം KPCC യോഗത്തിൽ ഉന്നയിച്ചത്. പല നേതാക്കൾക്കും തരൂരിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ നേതാക്കളുടെ ഏറ്റവും വലിയ ആശങ്ക. തരൂർ കോൺഗ്രസിനൊപ്പമാണോ അല്ല കോൺഗ്രസിന് പുറത്താണോ? ഇക്കാര്യത്തിൽ തരൂരിന് നടത്തുന്ന പരസ്യമായ പ്രസ്താവനകൾ നടപടിയെടുക്കേണ്ടത് AICC നേതൃത്വമാണ്. കേരളത്തിലെ MP വിജയിച്ചു നിൽക്കുന്ന തരൂർ കേരളമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. അതുകൊണ്ട് ജനങ്ങളോടും ഭാവി ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. തരൂർ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP. പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സംഘടനാ യോഗങ്ങളിലൊക്കെ തരൂരിനെ ക്ഷണിക്കേണ്ടതുണ്ട്. തരൂരിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം പാർലമെൻറ്റിലെ മണ്ഡലങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെയും നിയമസഭകളുടെയും യോഗങ്ങൾ ചേരേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം. കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനം ഉണ്ടാകണം. അല്ല, ഇത് തരൂർ നമുക്കൊപ്പമല്ല എങ്കിൽ അത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്നതാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഷാനിമോൾ ഉസ്മാനെ പോലെ നേതാക്കൾ പേരെടുത്ത് പറയാതെ പറഞ്ഞ് നിരന്തരം പാർട്ടിയെ വെല്ലുവിളിക്കുന്ന നേതാക്കൾക്കെതിരെ നടപടി വേണം എന്ന് തരൂരിൻ്റെ പേര് പറയാതെ ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു. ഒപ്പം തന്നെ പല നേതാക്കൾക്കും തരൂരിൻ്റെ കാര്യത്തിൽ വിമർശനമുണ്ട്. ഒപ്പമാണ് പരസ്യമായി കെ മുരളീധരൻ വലിയ തരത്തിൽ പരിഹസിച്ചുകൊണ്ട് തരൂരിനെതിരെ പറയുകയും ചെയ്തത്. 2 കാര്യങ്ങളിലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. തരൂർ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയാണ്. തരൂരിൻ്റെ നീക്കം BJPയിലൊക്കെ മറ്റ് പോവുകയാണെങ്കിൽ തരൂർ അടുത്ത നീക്കം എന്തായി നടത്തുക? അദ്ദേഹം പാർലമെൻറ്റ് അംഗത്വം രാജിവെക്കേണ്ടി വരും. രാജിവെക്കുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിൽ അത് കോൺഗ്രസ് എങ്ങനെ നേരിടും എന്നുള്ളൊരു ആശയക്കുഴപ്പം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. അടുത്തൊരു വിഷയം, തരൂർ ഈ മുന്നണിക്കകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി വേണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ കേരളത്തിൻ്റെ നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ. ഈ ഒരു ആശയക്കുഴപ്പമാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വവും UDFും നേരിടുന്നത്. അജിംഷാദ്. തീർച്ചയായും നിർഭനാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായി വിവരങ്ങൾ നൽകിയത്.